വെങ്ങോല പഞ്ചായത്ത് 9-ാം വാർഡ് കണ്ടന്തറയിൽ വോട്ടിങ്ങിൻ്റെ തിരക്കാണ് ഇപ്പോഴും കാണുന്നത്. 5 മണി സമയമായി. ഇനി 6 മണി അതിൻ്റെ വോട്ടിങ്ങിൻ്റെ സമാപനത്തോടടുക്കുമ്പോഴും ഇവിടെ ഇപ്പോഴും 8 മണിയായാൽ പോലും തീരാത്ത അത്ര തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ നഗരസഭയിലെ എല്ലാ വാർഡുകളിലും വിവിധ വാർഡുകളിലെല്ലാം തന്നെ വളരെ തിരക്ക് കുറവായിരുന്നു അനുഭവപ്പെട്ടത്. പക്ഷേ കണ്ടന്തറ ഗവൺമെൻറ് UP സ്കൂളിൽ ഇപ്പോഴും വോട്ടിങ്ങിന് നല്ല തിരക്കാണ്. എപ്പോൾ വന്നതാ ഇത്? ഞങ്ങൾ ഒരു 3 മണിയായപ്പോൾ വന്നതാ. 3 മണിക്ക് വന്നത്. 3 മണിക്ക് വന്ന് നിൽക്കണതാ. ഇതുവരെക്കും ഒന്നും ആയിട്ടില്ല, പകുതി പോലും ആയിട്ടില്ല. എന്താ ഇത്ര തിരക്ക് അനുഭവപ്പെടുന്നത്? രാവിലെ വന്നപ്പോൾ തിരക്ക്. 11 മണിക്ക് വന്ന് നോക്കി, അപ്പോഴും ഭയങ്കര ക്യൂ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള കാരണം പോയി. അത് കഴിഞ്ഞിപ്പോൾ രണ്ടാമത് പിന്നെ വന്നതാ, അപ്പോഴും തിരക്ക്. ഇങ്ങനെ ആൾക്കാർ ഇടങ്ങേറാവില്ലായിരുന്നു. 2 ബൂത്ത് ഇതിൻ്റെ ആവശ്യമായിരുന്നു. ഇത് ഈ ഒരു ബൂത്ത് വെച്ചിട്ട് ആൾക്കാർ നിസ്കാരം പോലും കളഞ്ഞു വെച്ചുകൊണ്ടത് ഇവിടെ നിൽക്കണത്. നമ്മൾ എപ്പോൾ വന്നത്? ഇവിടെ ഉച്ചയ്ക്ക് 1 മണിക്ക് വന്ന ഒരു പോലും ഇതിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. പക്ഷെ ഇപ്പോൾ 6 മണിയാവാൻ 5 മണി കഴിഞ്ഞില്ലേ? ഈ നേരം ഇങ്ങനെ ബാക്കിൽ ക്യൂ വെക്കുന്നല്ലേ, ആദ്യം കയറ്റിവിടില്ലോ എങ്ങനെയായാലും. അപ്പം അത് ചെയ്യേണ്ടത് 2 ബൂത്ത് ആക്കേണ്ടായിരുന്നു. അതാണ് ചെയ്യേണ്ടായിരുന്നു. ഇത് ഒരു ബൂത്ത് എല്ലാ തവണയും അങ്ങനെയായിരുന്നല്ലേ, 2 ബൂത്ത് വെച്ചറില്ലായിരുന്നു. ഇത് ഒരു ബൂത്ത് തന്നെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർ കൊച്ചു പിള്ളേരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്, പ്രായമായവരും ഇരിക്കണം അടിയിലേ. അപ്പം അതുപോലെ ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ ഇരിക്കേണ്ടതായിരുന്നു നല്ലത്. ഞാൻ ഒരു 3 മണിയൊക്കെ ഉണ്ട്. എനിക്ക് വോട്ടില്ല, ഉമ്മയുടെ ഒപ്പം വന്നതാ. ഈ തിരക്കെന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ 2 ബൂത്താണ് അറേഞ്ച് ചെയ്യാറ്. ഇതാണ് ഒരു ബൂത്താണ് ഉണ്ടായിട്ടുള്ളൂ. വെങ്ങോല പഞ്ചായത്തിൽ 24 വാർഡുകളിൽ ഏറ്റവും വോട്ടർമാർ കുറഞ്ഞൊരു വാർഡാണിത്. പക്ഷേ ഈ ഗ്രാമപഞ്ചായത്തിൽ 24 വാർഡുകളിൽ ഏറ്റവും ജനത്തിരക്കേറിയ ഒരു ബൂത്തായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. രാവിലെ മുതൽ നീണ്ട നിരയായിരുന്നു. എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെയും ആളുകളും നേതാക്കന്മാരും ഇവിടെ ഉണ്ട്. വളരെ സമാധാനപരമായാണ് നമ്മുടെ പോളിംഗ് ഇതുവരെ നീണ്ടുപോയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ബൂത്തിൻ്റെ ക്രമീകരണത്തിലാണ് ഇത്ര ലൈറ്റ് ആവാൻ കാരണം. ഇതുപോലെ നീണ്ട നിര, കൊച്ചു കുട്ടികളെ മുതൽ വൃദ്ധന്മാർ മുതൽ പലരും ഉണ്ട്. ഉച്ച മുതൽ അമ്മമാർ വന്നിരിക്കുകയാണ്. മിക്കവാറും ഇപ്പോൾ 6 മണിക്ക് പോളിംഗ് ടൈം അവസാനിച്ചാലും ഏതാണ്ട് ഒരു 8 മണിയോടുകൂടിയാണ് ഇവിടുത്തെ തിരക്കും ഈ ക്യൂവും അവസാനിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വളരെ ജനത്തിരക്കേറിയ ഒരു ബൂത്താണ് ഇപ്പോൾ 9-ാം വാർഡിലേത്. ഞങ്ങളിപ്പോൾ ഒരു 2 മണിക്ക് ശേഷം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഭയങ്കര തിരക്കാണ്. ഒരു ബൂത്തേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്ക് ഇവിടെ നല്ലവണ്ണം ഉണ്ട്. ഇനിയും വരാൻ ആളുകൾ വോട്ട് ചെയ്യാൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ പ്രായമായവരുള്ളവരാണ്. അവർക്ക് ഈ ക്യൂവിൽ വന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കൊച്ചു മക്കളുണ്ട്, മന്നൂർ അതും ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു ജനങ്ങൾക്ക് ഇവിടെ നല്ലൊരു ബുദ്ധിമുട്ടായി. കാരണം രാവിലെ മുതൽ ഈ തിരക്ക് ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ നല്ല പ്രശ്നമുണ്ട്. 3 മണിക്ക് വന്നാ 2 മണി 2:30 3 മണിക്കൊക്കെ എത്തിയതാണ്. 3 മണിക്ക് ഇപ്പൊ 2 ബൂത്ത് വെക്കാത്തതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? വിഷമമില്ലാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്രയും ആളുകൾ ക്യൂവിൽ നിൽക്കുന്നു. ചെറിയ മക്കളെയും കൊണ്ട് ആളുകൾ ഒരു കുടുംബത്തിലുള്ള 3-4 പേര് കയറുകയാണ്. അങ്ങനെ വീണ്ടും വൈകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഇനിയുള്ള ഇലക്ഷനുകളിൽ 2 ബൂത്താക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരുപാട് വൈകിയ തീരുന്നത്. 2 മണിക്കൂറായി ഇവിടെ നിൽക്കണം, 2 മണിക്കൂറായി നിൽക്കണം. ഇവിടെ ഒരു ബൂത്ത് വെച്ച് ഇത്ര ആളെ വെച്ചുകൊണ്ട് ഇവിടെ ഇടങ്ങേറാവണ. ഇപ്പം 2 മണിക്കൂർ നിന്നിപ്പായി. എന്ത് കഴിഞ്ഞ തവണയൊക്കെ 2 ബൂത്തിൻ്റെ ഇതവണ ഒരു ബൂത്തിട്ട് എങ്ങനെയും ജനത്തിനെ ഇടങ്ങേർ ചെയ്യണം. ഒന്നാമത് ഇതിൻ്റെ അകത്തിരിക്കണവർക്ക് ശരിക്കും അറിയില്ലാത്തവരെ ഇരിക്കണ. കാലത്ത് മുതൽ ഈ വോട്ട് തുടങ്ങുന്ന അപ്പം മുതൽ ഈ തിരക്കുണ്ട്. ഇത് ഇങ്ങനെ പോകണമെങ്കിൽ രാത്രി 9 മണിയായാലും തിരക്ക് തീരില്ല. കാരണം രാവിലെ 7 മണി മുതൽ ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇതൊരു മാറ്റം വരാൻ സമയം പിടിക്കും. എന്തായാലും ഒരു 10 മണി കഴിയും എല്ലാം ജനങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ. എന്തായാലും 6 മണിക്ക് ഗേറ്റ് ക്ലോസ് ആക്കും. എന്നാലും അകത്തുള്ളവരെ തന്നെ എന്തായാലും ഒരു 300 പേര് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഒരു 10 മണിയും ഉറപ്പാണ്. ഈ ആളുകൾ ഒരുപാട് വരാനുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം 1200 1300 വോട്ടുകളുള്ളതാണ്. അപ്പോൾ അവർ പല സമയങ്ങളിൽ വന്നു പോകാന്നുള്ള ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ എല്ലാവർക്കും അനായാസം വോട്ട് ചെയ്ത് പോകാനുള്ള ഒരു സാഹചര്യം, ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഭരണകൂടം ചെയ്യേണ്ടത്. അത് ചെയ്തിട്ടില്ല കൃത്യമായിട്ട്. അത് അഡ്രസ്സ് ചെയ്യപ്പെടണം.
കണ്ടന്തറ ഗവൺമെൻറ് UP സ്കൂളിൽ 9ാം വാർഡിൻ്റെ വോട്ടിംഗ് എല്ലാവർക്കും പരാതികൾ മാത്രമാണുള്ളത്. കാരണം മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ 2 ബൂത്തുകൾ വെച്ച് വോട്ടിംഗ് ക്രമസമാധാനപരമായിട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ബൂത്തേ ഉള്ളൂ എന്നതാണ് ഇവർ പരാതിയായിട്ട് പറയുന്നത്. കുഞ്ഞുങ്ങളെയും കൊണ്ടും അതുപോലെ തന്നെ പ്രായമായവരുമെല്ലാം ഉച്ച മുതൽ വന്നിട്ട് ഈ ഒരു ക്യൂവിൽ നിന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നാണ് ആക്ഷേപം. അപ്പം ഇനിയാണെങ്കിലും ഇലക്ഷൻ സമയത്ത് ഈ ഒരു വോട്ടിങ്ങിൻ്റെ ബൂത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് അവർക്ക് പറയാനുള്ളത്. ക്യാമറമാൻ ബിനു കുര്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.